എൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന, എന്നെ കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. കവിതകൾ കൊണ്ടും സിനിമാ ചർച്ചകൾ കൊണ്ടുമൊക്കെ എന്നും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രാജേട്ടൻ. നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ഒരേ ഒരു പാപം കവിത എഴുതുന്നു എന്നത് മാത്രമാണ്. കുറേ നാൾ ബാങ്കിൽ ജോലി ചെയ്തു. ബാങ്കിൽ ജോലി ചെയ്യുമ്പോഴും കവിതയെ ഒപ്പം കൂട്ടാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഫല്യം. രാജൻ കൈലാസ് എന്ന പേരിലാണ് എഴുതാറുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ ഞാൻ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ രമേശ് എന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ നിഷേധിക്കാൻ പറ്റുന്നില്ല. രമേശിനെ ഏറ്റവും കൂടുതൽ ഇവിടെ പരിചയമുള്ള ആൾ രമേശിൻ്റെ അമ്മയും ജ്യേഷ്ഠനും കഴിഞ്ഞാൽ, അതെ, അമ്മയും ജ്യേഷ്ഠനും കഴിഞ്ഞാൽ ഞാനായിരിക്കും. കാരണം മകളും ഭാര്യയൊക്കെ പിന്നെ വന്നവരാണ്. രമേശ് 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിയുമ്പോൾ മാഗസിൻ്റെ പേരെന്തായിരുന്നു, സ്മൃതിപഥം എന്നൊരു ചെറുമാസിക നടത്തിയിരുന്നു. നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും അതൊക്കെ. അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും അക്ഷരത്തിട്ട് മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പണി എനിക്കായിരുന്നു. ഞാൻ ചാരുമൂട് ഫെഡറൽ ബാങ്കിലായിരുന്നു. രമേശ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കവി തന്നെയാണ്. രമേശിൻ്റെ പല കവിതകളും പിന്നെ പ്രസിദ്ധീകരണത്തിനുവേണ്ടി ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പല മാസികകളിലും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പല കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. രമേശിൻ്റെ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല. കാരണം രമേശ് എൻ്റെ മനസ്സിൽ സിനിമാക്കാരനേക്കാൾ വലിയത് കവിയായിട്ടാണ് നിലകൊള്ളുന്നത് ഇപ്പോഴും. രമേശിനോട് ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള കവിതകളും കയ്യിലുണ്ട്. അത് പുസ്തകമാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താമസിയാതെ. പിന്നെ ഈ സിനിമ 40കളിലെ പ്രണയത്തെക്കുറിച്ച് എനിക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ പേര് 60കളിലെ പ്രണയം എന്നാക്കുക, കാരണം ഞാൻ ആ പ്രായത്തിൽ നിൽക്കുന്ന ആളാണ് എന്നാക്കാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി പ്രണയകവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. അതിൽ വളരെ, നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾ എത്ര പേര് നോക്കുമെന്ന് എനിക്കറിയില്ല. വളരെ ശ്രദ്ധേയമായ ഒരു കവിതയുടെ പേര് ഒരു പ്രണയത്തിൻ്റെ ആമുഖം എന്നൊരു കവിതയാണ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ എന്നെക്കാൾ 10-20 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊച്ചു കവിത എഴുതിക്കൊണ്ട് തരും, ഞാൻ കവിയാണെന്ന് അറിഞ്ഞുകൊണ്ട്. അവസാനം ആ കുട്ടിക്ക് വലിയ പ്രണയമായി. എനിക്ക് ഭാര്യയും 2 പിള്ളേരും ഉള്ളവരാണെന്നൊക്കെ അവൾക്കറിയാം. എങ്കിലും ഞാൻ ആ പ്രണയത്തിൽ നിന്ന് മാറാൻ ഒരുപാട് പാടുപെട്ടു. കാരണം അവളെ ഒഴിവാക്കാൻ ഒരുപാട് പാടുപെട്ടു. ഞാൻ എൻ്റെ ഭാര്യയെ കൂടി ഇരുത്തിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഈ സംഭവം പറയുന്നത് തന്നെ ഇവിടെ. കാരണം അവൾക്കറിയാം, ആ പെൺകുട്ടിയെ കൂടി അറിയാം. ഇന്നിനി വഴക്കാവുന്നില്ലേ? ആ ആ കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ആ പ്രണയത്തിൻ്റെ ആമുഖം എന്നുള്ള കവിത അച്ചടിച്ചു വന്ന കവിതയാണ്. പിന്നെ അവസാനം അത് തീരുന്നത് തന്നെ നമുക്ക് പ്രണയത്തിൻ്റെ ഒരു മഹത്തായ അർത്ഥത്തിലേക്കാണ്. ആകാശവും ഭൂമിയും പോലെ നമുക്ക് പ്രണയിക്കാം. അതായത് ഒരിക്കലും കൂട്ടുമുട്ടില്ലല്ലോ ആകാശവും ഭൂമിയും എന്നാണ് ആ കവിത അവസാനിക്കുന്നത് തന്നെ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടെ മുൻപ് സംസാരിച്ച ആൾ സൂചിപ്പിച്ച പോലെ തന്നെ കാശ് മുടക്കല്ല ഒരു സിനിമയുടെ മഹത്വം. നമുക്കറിയാം, അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത ഒരു വലിയ വ്യവസായിയുടെ കോടിക്കണക്കിന് രൂപ മുടക്കിയ സിനിമ പലതും പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. ഇവിടെ അത്യധികം കോടിക്കണക്കിന് രൂപയുടെ ഒന്നും മുടക്കില്ലാതെ ഇറക്കി ഈ സിനിമ. ഇവിടെ ഞാനിതിൻ്റെ ഒരു ആദ്യ രൂപം കണ്ടതാണ് ചെങ്ങന്നൂർ വെച്ച്. അന്ന് കണ്ടതിലേക്ക് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ ചിത്രീകരണം, നല്ല അഭിനയം, എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഈ സിനിമ വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സിനിമ വിജയിച്ചു കഴിഞ്ഞു, പിന്നെ സാമ്പത്തികമായ വിജയമാണ് ഇനി നമുക്ക് അടുത്ത് വേണ്ടത്. അതിന് വേണ്ടത് നമ്മുടെയൊക്കെ സഹകരണമാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകും. നമ്മുടെ എല്ലാ പക്ഷത്തു നിന്നും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഞാനും എൻ്റെ ഭാര്യ ലക്ഷ്മിയും മകൾ ഗംഗ കൈലാസും കൊച്ചുമകൻ രോഹനും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ 7 മണിക്ക് തിരിച്ചു പോകാം എന്ന് കരുതി വന്നതാണ്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. മകൾക്ക് ചില അപ്പോയിൻമെൻറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ
അതുകൊണ്ട് തിരിച്ചു പോകേണ്ടതുണ്ട്. ഞങ്ങൾ ഉടനെ തിരിച്ചു പോകും. എന്തായാലും 2 വാക്ക് പറയാൻ അവസരം കിട്ടിയതിൽ സന്തോഷം. രമേശന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അടുത്തൊരു വലിയ സിനിമ, ആ സിനിമയുടെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പറയണോ? പറയുന്നില്ല. ഒരു സിനിമയുടെ മനസ്സിലുണ്ടൊരു സിനിമ. തീർച്ചയായിട്ടും ആ സിനിമയും ഇതുപോലെ തന്നെ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേട്ട നിങ്ങളോട് നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു.